കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന ധനുക്കൂറ് അഥവാ ധനുരാശി എന്നാണ് പറയുന്നത്. ആ രാശി പ്രകാരം തന്നെ മൂന്നാം ഭാവത്തിൽ, രാശിയുടെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും 4 രാഹുവും 6 വ്യാഴവും 7 ചൊവ്വയും 8 ബുധനും 9 സൂര്യനും 10 കേതുവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചാരവസാൽ ചിന്തിക്കുകയാണെങ്കിൽ ശനി അനുകൂലത്തിലാണ്. അതായത് രാശിയുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി അനുകൂലത്തിലാണ്. 4 രാഹു അനുകൂലമല്ല, വ്യാഴം 6 അനുകൂലമല്ല, 7 ചൊവ്വ അനുകൂലമല്ല, 8 ബുധൻ അനുകൂലമാണ്, 9 സൂര്യൻ അനുകൂലമല്ല, കേതു വലിയ കുഴപ്പമില്ല, 10 നിൽക്കുന്നത്. അപ്പോൾ ചാരവസാനം ചിന്തിക്കുന്ന സമയത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള സാധാരണ ലെവലിലുള്ള മുൻകയറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും, തൊഴിൽ പുരോഗതി ഉണ്ടാവും, ധനാഗമനങ്ങൾ ഉണ്ടാവും, ധനവർദ്ധനവ് ഉണ്ടാവും, ധനലാഭങ്ങൾ ഉണ്ടാവും. പക്ഷേ എന്താ വെച്ച് പറഞ്ഞാൽ ഈ ധനലാഭങ്ങൾ എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ച് കൂട്ടാതെ നോക്കണം. കടത്തിനെയും അതുപോലെ തന്നെ ശത്രുക്കളെയും വരുത്തി വയ്ക്കരുത് എന്നാണ് പറയുന്നത്. കടത്തിൻ്റെയും സ്ഥാനം 6ാം ഭാവമാണ്. അതുപോലെ തന്നെ ശത്രുവിൻ്റെ സ്ഥാനവും 6ാം ഭാവമാണ്. 6ാം ഭാവത്തിലാണ് വ്യാഴം കുടികൊള്ളുന്നത്. അപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ അനാവശ്യപരമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ സന്താനങ്ങളുടെ മേൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്നും ഉള്ളതും കാണുന്നുണ്ട്. 7 ചൊവ്വയാണ് നിൽക്കുന്നത്. ചൊവ്വ 7 നിൽക്കുന്നത് കാരണം കൊണ്ട് വിവാഹ മംഗള കാര്യകർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പിച്ച് വിവാഹങ്ങളെല്ലാം ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന യുവാക്കൾക്കെല്ലാം വളരെ ശ്രദ്ധാകുലമായിട്ടും വാക്കുകൾ കൊണ്ടുള്ള വർത്തമാന പിശക്, അതായത് ഇപ്പോൾ മൊബൈൽ ഫോണുകളിലുള്ള സംഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത് കാരണം കൊണ്ട് തന്നെ മൊബൈൽ ഫോണിലൂടെ ധനസംബന്ധമായിട്ടുള്ളതല്ല, വാക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ അടറ്റി വിടുവാനും അബദ്ധവശാൽ ചില വാക്കുകൾ വന്ന് ഇടയിൽപ്പെട്ട് അത് ചിലപ്പോൾ പ്രശ്നത്തിനുണ്ടാകാനുള്ള സാധ്യതയുമെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഉദ്ദിഷ്ട കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ മൂലം കുറേ കാര്യങ്ങളെല്ലാം ചെറുത്ത് നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും പിന്നീട് അത് പരിഹരിക്കാതെ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് തലവേദന പിടിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവും. മേലധികാരികളുടെ സഹകാരങ്ങളും മേലധികാരികളുടെ ചിലപ്പോൾ സഹകാരങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ വഴക്കുകൾ പറയുവാനുള്ള സാധ്യത, അതുപോലെ കണക്കുകളിൽ തെറ്റുപറ്റുവാനുള്ള സാധ്യത, പേപ്പർ വർക്കുകൾ തെറ്റുപറ്റുവാനുള്ള സാധ്യത, അങ്ങനെയെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് ചില അബദ്ധങ്ങളെല്ലാം പറ്റുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ കർമ്മരംഗത്ത് വലിയ കുഴപ്പമില്ല. ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിലും മെഷീനറി സംബന്ധമായിട്ടുള്ള മേഖലയിലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിലും വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിലും എല്ലാം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ആ ഭാഗങ്ങളിലെല്ലാം ഗുണകരങ്ങൾ ഉണ്ടാവും. അതുപോലെ മെഡിസിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ഇടയ്ക്ക് വരികയാണെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നല്ല പറയുന്നത്. കാര്യമാക്കണം. എന്നിരുന്നാലും മരുന്ന് കഴിച്ചാൽ അത് മാറാവുന്ന അസുഖങ്ങളെ ഉണ്ടാവുകയുള്ളൂ. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം അതിൽ ഫലം കണ്ടുവരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ചാരവശാൽ 9 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന് പരിഹാരം തീർച്ചയായിട്ടും ചെയ്യണം. സൂര്യൻ എന്ന് പറയുമ്പോൾ ശിവ അംശത്തിൽപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കൂവളമാലയും നെയ്വിളക്കും അതുപോലെ തന്നെ ധാര എന്നിവയും നടത്തുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ആ പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഈ 9 നിൽക്കുന്ന സൂര്യൻ്റെ ചാരവശാലുള്ള പ്രശ്നങ്ങൾ കുറേയെല്ലാം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ അഭാവത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട് നടത്തി വരിക എന്നുള്ളതാണ്. യഥാശക്തി വഴിപാട് പറഞ്ഞാൽ അവനവനെ കൊണ്ട് പറ്റുന്ന
തരത്തിലുള്ള വഴിപാട് ഏതേത് ക്ഷേത്രങ്ങളിൽ ഏതേത് പ്രാധാന്യമാണോ അത് ആ പ്രകാരമായിട്ടുള്ളത് ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്ട് പ്രത്യേകിച്ച് പാൽപ്പായസ നിവേദ്യവും തുളസിമാലയും മഞ്ഞപ്പട്ടുമാണ് പ്രത്യേകിച്ചും ഉള്ളത്. ശ്രീരാമ ക്ഷേത്രത്തിലാണെങ്കിൽ വെണ്ണ, കദളിപ്പഴം എന്നിവയും എല്ലാം നിവേദ്യ സഹിതം കൊടുത്തും തുളസിമാല കൊടുത്തും തൃക്കൈ വെണ്ണ കൊടുത്തും എല്ലാം സമാധാനപ്പെടുത്തുന്ന. ശ്രീരാമക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം, അവൽ നിവേദ്യം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും തുളസിമാല ചാർത്തുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്ക വിഷയങ്ങൾ ഉണ്ടാവും. റെയിൽവേ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വളരെ തടസ്സങ്ങളുണ്ടാവും. ഭൂമി വിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഭൂമി വാങ്ങിക്കാൻ പറ്റിയ അവസരമല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. അത് കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവരും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള ഇടപാട് നടത്തുന്നവരെല്ലാം കുറച്ച് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ്. സൂക്ഷ്മതയോടുകൂടി പറഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് പറയുന്നത്. അതുപോലെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെ പോയി ഈ മാസം പോയിക്കൊണ്ടിരിക്കുന്നവർ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന മാസം വളരെ ഗുണകരമായിട്ടുള്ള മാസങ്ങളാണ്. അപ്പോൾ ഈ മാസം വളരെ ശ്രദ്ധിച്ചും പരിഹാരങ്ങൾ ചെയ്തും നീക്കുപോക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുണ്ടാവും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കുറച്ച് ശ്രദ്ധ വരണം. അലോപ്പതി, മെഡിക്കൽ സംബന്ധമായിട്ടുള്ളതും ഹോമിയോപ്പതി സംബന്ധമായിട്ടുള്ളതും ആയുർവേദ സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരും അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള സമയമാണ്. അതേസമയത്ത് സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ദോഷകാലമാണ്. അതുപോലെ വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സംഭവമാണ്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയമാണ്. അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യത. ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നതിൽ ചിലപ്പോൾ അപഘാതങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം ചിലപ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അഭാവം കൊട്ടു കുറവല്ല. അത് നല്ലപോലെ കാത്തുരക്ഷിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നിരുന്നാലും ധനുരാശിക്കാർക്ക് ഉചിതപരമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 8, 9 ദിവസങ്ങൾ വളരെ ഉചിതപരമായിട്ടുള്ളതും ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. അത് വിട്ടുകഴിഞ്ഞാൽ 22, 23, 24, 25, 26 എന്നീ ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ്. ശുഭകാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ശുഭത്വപരമായിട്ടുള്ള ദിവസങ്ങളാണ് അതുള്ളത്. അതുപോലെ ദോഷ സമയം എന്ന് പറയുന്നത് 27, 28, 29, 30 എന്നീ ദിവസങ്ങൾ ദോഷമാണ്. അന്നേക്ക് ശുഭകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യരുത്. രാശിയുടെ അഷ്ടമരാശിക്കൂറായിട്ടാണ് വരുന്നത്. അത് കാരണം ഇങ്ങനെയുള്ള പരിഹാരം ചെയ്യണം. പിന്നെ നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ മൂല നക്ഷത്രക്കാർക്ക് ഗണപതിക്ക് കറുകമാല, നാളികേര പൂജ, ഗണപതി ഹോമം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാം. പൂരാട നക്ഷത്രക്കാർക്ക് സഹസ്രനാമാർച്ചന അല്ലെങ്കിൽ ഭഗവതി സേവ വെള്ളിയാഴ്ച ദിവസങ്ങൾ നടത്തുക. ഉത്രാട നക്ഷത്രക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശിവനെങ്കിൽ പരിഹാരം നടത്തി വരികയാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. നമസ്കാരം.